ഹലോ എല്ലാവർക്കും 1 2 3 ബൂമറാങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ എനിക്ക് ആ കുറച്ച് എനിക്ക് പറയാൻ തോന്നിയ കുറച്ച് കാര്യങ്ങൾ എനിക്കിതിൽ വീഡിയോയിൽ പറയണമെന്ന് തോന്നി. അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്തത്. ഞാൻ കുറേ കാലമായി കുറച്ച് ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് 2-3 വീഡിയോസ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇതിന് ടോപ്പിക്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനും അതുപോലെ തന്നെ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനും കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്ന മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നൂറ്റാണ്ടിലേക്ക് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കളറിനെ ഇങ്ങനെ വേരിയേഷൻ ചെയ്ത് പറയുന്ന ഈ ഒരു സ്ത്രീയെ എന്താ പറയുക, ഈ ഭൂമിയിൽ തന്നെ വേണ്ടാന്ന് ഞാൻ വരുന്നത്. കാരണം നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനത്തെ കുറേ സിറ്റുവേഷൻസും കറുത്ത വെളുത്ത ഡിസ്ക്രിമിനേഷനും അതുപോലെ തന്നെ ഈ പാവപ്പെട്ട പൈസക്കാർ അങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലും ഈ സ്ത്രീ ഇത്രയും മീഡിയക്കാരുടെ മുന്നിൽ ഇത്രയും ധൈര്യത്തിൽ ഇത്രയും കോൺഫിഡൻസിൽ ഈ ഒരു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ എന്തോ തലക്കോളയില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ കറുത്തതായിക്കോട്ടെ വെളുത്തതായിക്കോട്ടെ ഏത് പെർഫോമൻസ് പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഓർമ്മത് കാലകത്തി വെച്ചത്. എനിക്കൊന്ന് മോഹിനിയാട്ടത്തിൻ്റെ ABC വരില്ല. മോഹിനിയാട്ടത്തിന് മോഹിനിയായിരിക്കണം, മോഹനലാഭത്തിൽ ഇവരാരിതിന് പറയാനൊക്കെ അതാണ്. പക്ഷേ ഇതിനു വേണ്ടി റിയാക്ട് ചെയ്ത ഒരുപാട് ആൾക്കാർക്ക് സെല്ലുണ്ട്, ഒരുപാട് ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ എന്ത് നെഗറ്റീവ്സ് നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ ലോകത്ത് ചുറ്റുപാടുള്ള സോഷ്യൽ ആയിട്ടുള്ള സറൗണ്ടിങ്സിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ റിയാക്ട് ചെയ്യുന്നത് പറയണം. അപ്പോൾ ഞാൻ സ്വതവേ ഇങ്ങനെ റിയാക്ടിങ് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. ബട്ട് ഇത് കണ്ടപ്പോൾ എനിക്കെന്തോ റിയാക്ട് ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് ഈ ചെറിയൊരു വീഡിയോ ഇടുന്നത്. അതിനുവേണ്ടി ഒരുപാട് ട്രോൾസും ഇൻസ്റ്റഗ്രാംസിലൊക്കെ റീൽസും ആ ഒരു സൗണ്ട് വെച്ചിട്ട് ഒരുപാട് റീൽസും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഗാങ്സ് ആയിക്കോട്ടെ അവരും ഇതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ സൂപ്പറായിട്ടുണ്ട്. കുറച്ച് വീഡിയോസ് ഉണ്ടാക്കാം. അത് ആ ഒരു സ്ത്രീയുടെ കോൺഫിഡൻറ്റ് ലെവൽ നോക്കി നോക്കൂ. ഇത് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള ആ ഒരു കോൺഫിഡൻറ്റ് കണ്ടു നോക്കൂ. 2 കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികൾ നല്ലതും ചീത്തയും കാണൂലേ? അങ്ങനെയെന്ന് പറഞ്ഞ് നല്ലതും ചീത്തയും പോലെയാണോ ടീച്ചർ? ഒരു അതന്നെ കറുപ്പും വെളുപ്പും പറഞ്ഞ ഇതിൽ പറഞ്ഞത് എന്താ പറയുന്നത് എന്താ ചോദിച്ചിട്ട് ആ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അവർ പറഞ്ഞിട്ട് അത് അങ്ങനെ തന്നെയാണ് എന്ന് മീഡിയയിൽ അവർ ഉറപ്പിക്കുകയാണ്. അതായത് അത് തന്നെയാണ്, അങ്ങനെയാണ്. കറുത്ത ആൾക്കാർ കളിക്കാൻ പാടില്ല, കറുത്ത ആൾക്കാർ കളിക്കേണ്ടതല്ല, ഭംഗിയുള്ള ആൾക്കാർ കളിക്കേണ്ടതാണ്. എന്തിന് പിന്നെ ഭംഗി എന്നുള്ളൊരു കോളമുണ്ട്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ. പിന്നെ എന്തിന് ഭംഗി എന്നുള്ള കോളം വരച്ച് ഭംഗി എന്നുള്ള കോളം ഈ സ്ത്രീയോട് പറയാനുള്ളത്. പിന്നെ നിങ്ങളുടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഡൈ ചെയ്ത മുടിയാണ്, അപ്പോൾ നിങ്ങൾക്ക് കറുപ്പ് തീരെ പറ്റുന്നില്ല, മുഖത്തുള്ള ആ പിരികം ഉണ്ടല്ലോ അതങ്ങ് എടുത്തുകളാ, അങ്ങ് വെളുത്ത് കിടക്കുമല്ലോ, ആ പിരികം അങ്ങ് എടുത്തുകളാ. പിന്നെ കണ്ണിൽ തെച്ചിരിക്കുന്ന ഈ ഒരു കറുത്ത സാധനം ഉണ്ടല്ലോ, നിങ്ങൾ ഈ വരക്കാൻ കണ്ണിലോട്ട് ഭംഗി കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ച ഈ കറുപ്പ്, നിങ്ങളെ വെളുത്ത കണ്ണിനെ കുറച്ചുകൂടി ഭംഗിയാക്കി കാണാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ കറുത്ത മഷിയുണ്ടല്ലോ, അത് നിങ്ങൾ ഉപയോഗിക്കാതെ ഒരു മേക്കപ്പ് കൂടെ ഇല്ലാതെ നിങ്ങളെ വെളുത്ത മുടിയാൽ നിങ്ങൾക്ക് മീഡിയയിലൊന്നും സംസാരിക്കാൻ പറ്റുമോ? നിങ്ങളൊക്കെ ആര് ജഡ്ജാക്കി പെണ്ണുങ്ങളെ? ആരെ നിങ്ങളൊക്കെ ജഡ്ജാക്കിയ? വേറെ ട്രോൾ വീഡിയോ ഇട്ട് നമ്മുടെ സെലിംഗ് കുമാർ ചേട്ടൻ മോഹിനിയാട്ടം എന്ന പേര് തന്നെ. അപ്പൊ ഒരു മോഹിനി ആവുമ്പോ അത്യാവശ്യം സൗന്ദര്യമൊക്കെ വേണം. ഒരു പിന്നെ അപ്പൊ ഈ വീഡിയോയിലും ആ എഡിറ്റ് ചെയ്ത ആളെ പേര് എനിക്ക് ഞാൻ നോക്കിയില്ല, ജസ്റ്റ് വീഡിയോ ഡൗൺലോഡ് ചെയ്താണ്. സോറി ഫോർ വീഡിയോ ഡൗൺലോഡ് ചെയ്തതിന് എല്ലാവരോടും സോറി. കാരണം എനിക്ക് കണ്ടന്റ് പറയേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ പെണ്ണുങ്ങൾ ഏറെ തന്നെ ഇപ്പോൾ ഉണ്ട്. പെണ്ണുങ്ങളേക്കുന്ന അതൊരു ഫേമസ് ആണ്. അവസാനം ഈ വീഡിയോൻ്റെ അവസാനം ആ വേറൊരു കോമഡി വീഡിയോ കണ്ടിട്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പെണ്ണുങ്ങളെ പണിക്കാരനാണോ ആരാന്നറിയില്ല, ആരെ രാമു എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ രാമുവിൻ്റെ ഒരു ട്രോൾ വീഡിയോ ഉണ്ട്, പൊളിയാണ് കേട്ടോ എല്ലാവരും. പക്ഷെ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഇത്തരത്തിൽ മാറ്റി നിർത്തുന്ന ആളെ നമ്മളൊരു റിയാലിറ്റി ഷോയിൽ നമ്മളെ മണിയേട്ടൻ നമ്മളത് വിട്ടുപോയ മണിയേട്ടൻ്റെ കലാപം മണി എന്ന് പറയുന്ന അദ്ദേഹം ഒരു റിയാലിറ്റി ഷോയിൽ ഒരു ജഡ്ജായി വന്നപ്പോൾ ഒരു അടിപൊളി ഡിസ്ക്രിമിനേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഡിസ്ക്രിമിനേഷൻ അല്ല, ഒരു അടിപൊളി എന്താ പറയുക, ഒരു അടിപൊളി ഡയലോഗ് പറയുന്നുണ്ട്. എന്താ ഡയലോഗ് ഒന്ന് കേട്ടോ? അല്ലെങ്കിലും ഈ കറുത്ത ആൾക്കാർ ഇങ്ങനെ ഒരു ശീലുണ്ടാവും, എന്താ പറയാ, അവർക്ക് ഒരു പ്രത്യേക പവർ ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ജഡ്ജായി കലാമണ്ഡലം ഇപ്പൊ കലാമണ്ഡലത്തിൽ കഴിഞ്ഞപ്പോ സമാധാനമായില്ല, അതൊരു പ്രത്യേക ഭംഗിയാണ് പോകേട്ടാ. അപ്പോൾ ഞാനിങ്ങനെ റോസ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ വീഡിയോ എനിക്കിത് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഈ ഒരു കണ്ടന്റ് എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ ആയിട്ട് എടുക്കേണ്ടത് എടുത്ത കണ്ടന്റ് അല്ല. പക്ഷേ ഇതിനെതിരെ എനിക്ക് 2 വാക്കെങ്കിലും സംസാരിക്കണം തോന്നി ജസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറില്ല, ബട്ട് ഇതിനെതിരെ പറയണം തോന്നി. അപ്പോൾ വെറും കള്ളബാമൊക്കെ വീഡിയോ ചെയ്തതിൽ ബൈ, താങ്ക് യു.